നിങ്ങളൊരു കുട്ടിയുടെ പേരൻ്റാണോ എങ്കിൽ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ അടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഷോപ്പിങ്ങിന് പോയായിരുന്നേ. അപ്പോൾ അവിടെ പിള്ളേരുടെ സ്നാക്സ് ഒക്കെ വെച്ചേക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി ഞാൻ അവിടുത്തെ 3-4 സാധനങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന ഫോട്ടോ എടുത്തത്. ഫ്രണ്ടിലെ ഫോട്ടോ അല്ല, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഏത് സാധനം എടുത്താലും ഇതിൽ ഏതാണെങ്കിലും ശരി, നൂഡിൽസ് ആയാലും കുക്കീസ് ആയാലും നമ്മൾ ഹെൽത്തി സ്നാക്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഏത് ബിസ്ക്കറ്റോ ഏത് സാധനം എടുത്താലും അതിൻ്റെ പുറകിൽ കണ്ടൻസിൻ്റെ കൂടെ ഇൻഗ്രീഡിയൻസ് തന്നെ 10-15 എണ്ണം ഉണ്ട്. ആ ഇൻഗ്രീഡിയൻസ് 10-15 എണ്ണത്തിനകത്ത് 3 സാധനങ്ങൾ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ആദ്യം എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് WHO തന്നെ, അതായത് ലോകാരോഗ്യ സംഘടന തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മോശമെന്ന് പറഞ്ഞിട്ട് എലിമിനേറ്റ് ചെയ്യണം, അതായത് ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ഓരോ വർഷവും അളവ് കുറയ്ക്കണം എന്ന് ഗൈഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസ് ഫാറ്റ്. രണ്ടാമത്തതെന്ന് പറയുന്നത് മൈദയാണ്. മൈദ എന്ന് പറയുന്നത് അറിയാലോ, ഇതിൽ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനമാണ് മൈദ. ഈ മൈദ എന്താണെന്ന് നമുക്ക് നോക്കാം. മൈദ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോസസ്ഡ് ഫ്ലോറാണ്. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാം. ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗോതമ്പ് തന്നെ പ്രോസസ്സ് ചെയ്ത് വരുന്നതിൻ്റെ പേരാണ് മൈദ. ഈ മൈദയുടെ പ്രത്യേകത എന്താണ്? മൈദയ്ക്കകത്ത് ഗ്ലൂട്ടൻ ഭയങ്കര കൂടുതലാണ്. ഈ ഗ്ലൂട്ടൻ എന്തിനാ ആക്ച്വലി ചേർക്കാന്ന് പറഞ്ഞാൽ ഈ മൈദയുടെ ഇലാസ്റ്റിസിറ്റി, എല്ലാവർക്കും മൈദ ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണല്ലോ, ഇതിങ്ങനെ വലിയ ആ ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്ലൂട്ടൻ. അപ്പോൾ ഈ ഗ്ലൂട്ടൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ ഗ്ലൂട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനമാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡിൻ്റെ ഷുഗറിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് കഴിക്കുമ്പോൾ സീലിയാക് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലത്തെ ഉദരസംബന്ധമായ അസുഖങ്ങൾ കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്ന കുട്ടികളുടെ അളവ് ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും മൈദയാണ്. മൂന്നാമത്തതെന്ന് പറയുന്നത് സോഡിയമാണ്. WHO പറയുന്നത് തന്നെ ഒരു ദിവസം 800 മുതൽ 850 mg സോഡിയത്തിൻ്റെ ആവശ്യം ഒരു കുട്ടിക്കുള്ളൂ. നിങ്ങൾ ഞാൻ ഈ കാണിച്ച പാക്കറ്റ്സിൽ ഏതെങ്കിലും ഒരു പാക്കറ്റിൻ്റെ പുറവശം എടുത്ത് നോക്കുക. മിനിമം ഒരു സെർവിങ്ങിൽ ഒരു 145 to 350 mg സോഡിയം ഓരോ സാധനത്തിനകത്തും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കുട്ടി ഇത് മാത്രം കഴിച്ചാൽ അതിന് കിട്ടുക ഒരു ദിവസം 145 to 350 mg സോഡിയമാണ്. അപ്പം ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല.